ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നത് വിചാരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 കിഡിലും ടിപ്പായിട്ടാണ് കേട്ടോ. അതും നമ്മുടെ മത്തി വെച്ചിട്ടുള്ള 2 ടിപ്പാണ് കേട്ടോ. അപ്പോൾ മത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ, ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു മീനായിരിക്കും മത്തി എന്ന് പറയുന്നത്. അതുമാത്രമല്ല കേട്ടോ, മത്തിയുടെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫിഷുകളിൽ ഒരെണ്ണമാണ് ഈ മത്തി കേട്ടോ. പിന്നെ നമ്മുടെ സാൽമൺ ഫിഷിലുണ്ട്. പക്ഷേ നമുക്ക് ഈ സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിളോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിളോ അതേപോലെ തന്നെ അതിൻ്റെ റേറ്റൊന്നും അത്ര അഫോർഡബിൾ അല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഈ മത്തി എന്ന് പറയുമ്പോൾ അല്ലേ. അത് നമ്മൾ നാടൻ മത്തിക്കറിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കേണ്ട ഒരു മീനും കൂടിയാണ് കേട്ടോ. ഒന്നുകിൽ സാൽമൺ അല്ലെങ്കിൽ ഈ ഒരു മത്തി കൊടുക്കണം. കാരണം ഈ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ഫിഷ് ഓയിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറില്ല, അതിന് പകരം നമ്മൾ ഇത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുള്ള് പേടിച്ച് നമ്മൾ കൊടുക്കാറില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മത്തി നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെതമ്പിലൊന്നും തെറിക്കാതെ, അതായത് ഒരു ചെതമ്പിൽ പോലും നമ്മുടെ കിച്ചണിലൊന്നും അല്ലെങ്കിൽ ആ ക്ലീനിങ് ഏരിയയിലൊന്നും തെറിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഈസി ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ഇനി എന്തായാലും ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചട്ടിയിലേക്ക് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലൊരു കാർഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ വിസിറ്റിംഗ് കാർഡ് ഒക്കെ ഇല്ലേ, നമ്മുടെ എക്സ്പയർ ആയിട്ടുള്ള ഏതെങ്കിലും ID കാർഡോ വിസിറ്റ് കാർഡോ ഒക്കെ നമ്മൾ കളയാൻ വെച്ചേക്കുന്നത് കേട്ടോ. പുതിയതൊന്നും എടുക്കണ്ട. അങ്ങനെ വെച്ചേക്കുന്ന ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഈ മത്തി കയ്യിലെടുക്കുക, ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. അതായത് വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ കാർഡ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ആ ചെതമ്പൽ തെറിക്കാത്തത് കേട്ടോ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ആ ചെതമ്പൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു കാർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മറ്റെന്തെങ്കിലും ഒരു പീസസ് കാർഡ് എടുത്താലും ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കത്തി വെച്ചിട്ടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫിഷിൻ്റെ ആ ചെതമ്പലിൻ്റെ കൂടെ തന്നെ കുറച്ച് അതിൻ്റെ സ്കിന്നും കൂടിയൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഈ കത്തി അത്ര ഷാർപ്പല്ല, പക്ഷേ അറിയാലോ അതിൻ്റെ ഒരു എഡ്ജൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ചെതമ്പൽ. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ കളയാൻ വെച്ചിരിക്കുന്ന കാർഡൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്താൽ എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ രണ്ടാമത് നമ്മുടെ സിസർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് വലിയ സൈസും ചെറിയ സൈസും മീനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തും കട്ട് ചെയ്തും എടുക്കാൻ പറ്റുന്നത് സിസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ സിസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലീനിങ് മാത്രമല്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അടുത്ത സ്പോട്ടിൽ തന്നെ അത് രണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ സിസർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബെസ്റ്റാണ് കേട്ടോ, ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നമ്മുടെ ഫിഷ് ഒന്നും തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അതൊന്ന് ഇങ്ങനെ എന്താ പറയുക, നല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സാധാരണ നമ്മൾ മത്തിയെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്തെല്ലാം കഴിയുമ്പോൾ മത്തി അങ്ങ് ഉടഞ്ഞു പോകാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ചത് കേട്ടോ. ഇനി നമ്മൾ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മീൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം, നമ്മുടെ മത്തി കൊടുക്കണം. അപ്പോൾ അത് കാരണം അത്രയും നല്ല ഗുണങ്ങളുള്ള ഒരു മീനാണല്ലോ. അപ്പോൾ നമ്മളത് ഒഴിവാക്കണ്ട, കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേയൊക്കെ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ഈ മീൻ എടുത്തു കഴിഞ്ഞാൽ മത്തി നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിത് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും അതായത് മുള്ളില്ലാത്ത മീനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലെ നമുക്ക് ഈ ഒരു മീൻ തന്നെ നമുക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു സിസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മളിത് ഈ ഒരു മീനിൻ്റെ കുറച്ച് പോർഷനും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വാലറ്റവും അതേപോലെ തന്നെ കുറച്ചുകൂടി
അതിനുശേഷം നമുക്ക് ആ ഒരു സിസർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നൈഫ് എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഒരു സൈഡിൽ മുള്ളിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. കണ്ടോ, നമുക്കിങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മുള്ളിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഹെഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും കുറച്ച് ടൈറ്റ് കേട്ടോ. അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ വലിയൊരു മുള്ളിഞ്ഞ് കയ്യിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ സൈഡ്സൊക്കെ ആ മുള്ള് പോയി കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടാണ് കേട്ടോ അതിൻ്റെ. അത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സൈഡിലുള്ള മുള്ളുകളെല്ലാം നമുക്ക് ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് തന്നെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മുള്ള് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫില്ലറ്റ് പോലെയൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് നമ്മൾ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതി കേട്ടോ ഈ ഒരു കാര്യം. ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു നൈഫ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ സിസർ യൂസ് ചെയ്തിട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്നിട്ട് ആ ഒരു മുള്ള് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ, ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് രണ്ടാമതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വിടർത്തിയിട്ട് ഈ മുള്ളിങ് വലിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു മെയിൻ പോർഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൈഡിലെ മുള്ളൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഫില്ലറ്റ് പോലെ ആവും. അപ്പോൾ ഒറ്റ മുള്ളില്ലാതെ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് ഫ്രൈ ചെയ്തിട്ടോ കറി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മീൻ നല്ല ഗുണങ്ങളുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുള്ള് പേടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കരുത്. നമ്മൾ ഈ ഫിഷ് ഓയിലൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് ഈ സാൽമൺ ഫിഷ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. പക്ഷേ നമുക്കത് എല്ലാ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്നും അത് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല. അത്ര അഫോർഡബിൾ അല്ല അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റും നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുന്ന പോലെ നമുക്കത് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ബെസ്റ്റ് ഓപ്ഷനാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. ഇപ്പോൾ നമുക്ക് മുള്ളോടുകൂടി വേണമെങ്കിൽ നമുക്ക് മുള്ളോടുകൂടിയും ഫ്രൈ ചെയ്യാം. കുട്ടികൾക്ക് ഇതേപോലെ ഫില്ലറ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ, അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും ഞാൻ ഫിഷ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മീൻ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് മുള്ളില്ലാതെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു മീനാണ് കേട്ടോ മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇനി കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ. നമ്മൾ ഇച്ചിരി സമയം ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ മുള്ള് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം മുള്ള് റിമൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണേ. അപ്പോൾ ഈ 2 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോ അല്ലെങ്കിൽ നല്ല ടിപ്പുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.